തൃശൂർ വോട്ടർ പട്ടിക ക്രമക്കേടിൽ കൂടുതൽ തെളിവുകൾ പുറത്ത്. ബി.ജെ.പി. ജില്ലാ നേതാവിന്റെ മേൽവിലാസം മറയാക്കി സംസ്ഥാന ഉപാധ്യക്ഷനും വോട്ട് ചെയ്തു. വി ഉണ്ണികൃഷ്ണൻ വോട്ട് ചെയ്തത് തൃശൂർ ജില്ലാ കമ്മിറ്റി വൈസ് പ്രസിഡന്റ് വി ആതിരയുടെ മേൽവിലാസം ഉപയോഗിച്ച്. വി ഉണ്ണികൃഷ്ണൻ ഇരട്ട വോട്ട് ഉണ്ടായിരുന്നതിന്റെ തെളിവുകൾ പുറത്തായി. ശരത് ഓങ്ങല്ലൂർ ചേരുന്നുണ്ട്. ശരത്, നമ്മൾ ഗുഡ് മോർണിംഗ് കേരളത്തിന്റെ തുടക്കത്തിൽ പറഞ്ഞു വെച്ചത് മഞ്ഞുമലയുടെ ഒരറ്റം മാത്രമേ പുറത്തേക്ക് വന്നിട്ടുള്ളൂ എന്നുള്ളതാണ്. കൂടുതൽ തെളിവുകൾ പുറത്തേക്ക് വരുന്നു. എന്താണ് ഇപ്പോൾ വരുന്ന വാർത്തകൾ? വിനിഷ, ഇന്ന് വന്ന ഏറ്റവും പുതിയ വെളിപ്പെടുത്തൽ അല്ലെങ്കിൽ ഏറ്റവും പുതിയ തെളിവെന്ന് പറയുന്നത് ബി.ജെ.പിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റായ വി ഉണ്ണികൃഷ്ണൻ ഇത്തരത്തിൽ വോട്ട് ചേർത്തു. തൃശ്ശൂരിൽ വി ഉണ്ണികൃഷ്ണൻ ഇത്തരത്തിൽ വോട്ട് ചേർത്തു എന്ന് പറയുന്ന ഒരു വാർത്തയാണ് പുതിയ പുറത്തു വരുന്നത്. അദ്ദേഹം പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിലെ തിരൂർ നിയമസഭാ മണ്ഡലത്തിലെ വോട്ടറാണ്. അദ്ദേഹം അവിടുത്തെ സ്ഥിരതാമസക്കാരനാണ്. എന്നാൽ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിലും അദ്ദേഹം വോട്ട് ചേർത്തത് ബി.ജെ.പിയുടെ ജില്ലാ വൈസ് പ്രസിഡന്റ് കൂടിയായിട്ടുള്ള കോർപ്പറേഷൻ കൗൺസിലറായ വി ആതിരയുടെ വീട്ട് അഡ്രസ്സ് ഉപയോഗിച്ചുകൊണ്ടാണ്. അദ്ദേഹം 53 നമ്പർ ബൂത്തിലാണ് അദ്ദേഹം വോട്ട് ചേർത്തിട്ടുള്ളത്. കേരളവർമ്മ കോളേജാണ് ബൂത്ത് വരുന്നത്. ഇവിടെയാണ് ജില്ലാ വൈസ് പ്രസിഡന്റിന്റെ വീട്ടുപേരിൽ ഇത്തരത്തിൽ ബി.ജെ.പിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് വോട്ട് ചേർത്തിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കഴിഞ്ഞ ദിവസങ്ങളിൽ RSS നേതാവും ഇതുമായി ബന്ധപ്പെട്ട് വോട്ട് ചേർത്തിയ വാർത്തകൾ പുറത്തു വന്നിരുന്നു. ഇപ്പോൾ ഇതാ ബി.ജെ.പിയുടെ സംസ്ഥാന വൈസ് പ്രസിഡന്റ് തന്നെ ഇത്തരത്തിൽ ഇരട്ട വോട്ട് ചേർത്തിരിക്കുന്നു എന്ന തെളിവുകളാണ് പുറത്തു വരുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് നമ്മൾ കുറച്ച് ദിവസങ്ങളായി വാർത്തകൾ നൽകുന്നുണ്ട്. അതിൻ്റെ കൂടുതൽ തെളിവുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ബി.ജെ.പിയുടെ വൈസ് പ്രസിഡന്റും ജില്ലാ വൈസ് പ്രസിഡന്റും അതുപോലെ തന്നെ കോർപ്പറേഷൻ കൗൺസിലറുമായിട്ടുള്ള വി ആതിരയുടെ പള്ളിപ്പറ്റ എന്ന് പറയുന്ന വീട്ടുവിലാസത്തിലാണ് ഇത്തരത്തിൽ വി ഉണ്ണികൃഷ്ണൻ വോട്ട് ചേർത്തിരിക്കുന്നത്. എന്തായാലും ഈ ഇരട്ട വോട്ട് വിഷയത്തിൽ ബി.ജെ.പിക്ക് ഒഴിഞ്ഞു മാറാൻ കഴിയാത്ത രീതിയിലുള്ള തെളിവുകളാണ് പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. ഇതിനകത്ത് ന്യായങ്ങളൊന്നും തന്നെ പറയാനില്ലാത്ത ഒരു സാഹചര്യം ഉണ്ടാകുന്നു. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വി ഉണ്ണികൃഷ്ണനുമായി ബന്ധപ്പെടാൻ ശ്രമിച്ചപ്പോൾ അദ്ദേഹം പറയുന്ന ഒരു കാര്യം, താൻ കുറച്ചു കാലം ബി.ജെ.പിയുടെ ജില്ലാ പ്രഭാരിയായിരുന്നു ഇവിടുത്തെ. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഇവിടെ വോട്ട് ചേർത്തെന്നാണ് പറയുന്നത്. എന്നാൽ ഇവിടെ സ്ഥിരതാമസക്കാരനല്ലാത്ത, ഇവിടെ മേൽവിലാസമില്ലാത്ത വ്യക്തി ഇവിടുത്തെ ബി.ജെ.പിയുടെ ജില്ലാ വൈസ് പ്രസിഡന്റിന്റെ മേൽവിലാസത്തിലാണ് ഇത്തരത്തിൽ വോട്ട് ചേർത്തിരിക്കുന്നത്. ഇദ്ദേഹം പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിലെ വോട്ടാണ്. ലോക്സഭയിൽ പൊന്നാനിയാണ് ഇദ്ദേഹത്തിന് വോട്ടുള്ളത്. നിയമസഭാ മണ്ഡലത്തിൽ തിരൂരാണ് ഇദ്ദേഹത്തിന്റെ വോട്ട് കിടക്കുന്നത്. ഈ വ്യക്തിയാണ് ഇത്തരത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ചിട്ട് തൃശ്ശൂരിലേക്ക് തന്റെ വോട്ട് മാറ്റിയിരിക്കുന്നത്. വോട്ട് മാറ്റുമ്പോഴും പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിലെ അദ്ദേഹത്തിന്റെ വോട്ടർ പട്ടികയിൽ നിന്നും ഒഴിവാക്കിയിട്ടില്ല എന്നൊരു വിവരം എന്നത് വളരെ ശ്രദ്ധേയമായിട്ടുള്ള ഒരു കാര്യമാണ്. എന്തായാലും ഇത്തരത്തിൽ വലിയ രീതിയിൽ ബി.ജെ.പി പ്രതിസന്ധിയിലേക്ക് പോകുന്ന തെളിവുകളാണ് ഇത്തരത്തിൽ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. വിനിഷ, ശരത്ത്, കഴിഞ്ഞ ദിവസം വി മുരളീധരനോട് ഇത് സംബന്ധിച്ച പ്രതികരണം മാധ്യമങ്ങൾ ആരാഞ്ഞപ്പോൾ അദ്ദേഹം പറഞ്ഞത് ഇത് കേവലം 11 വോട്ടിന്റെ പ്രശ്നമാണല്ലോ എന്നുള്ളതാണ്. 11 കള്ളവോട്ടുകളല്ലേ, 11 കള്ളവോട്ടുകൾ ഇല്ലാതായാലും സുരേഷ് ഗോപിയുടെ വിജയം നിലനിൽക്കില്ലേ എന്നുള്ള വലിയ രീതിയിലുള്ള ന്യായീകരണങ്ങളൊക്കെ ആയിരുന്നു ബി.ജെ.പി. നേതാവ് വി മുരളീധരൻ പറഞ്ഞത്. കേവലം 11 വോട്ടുകളുടെ പ്രശ്നം മാത്രമല്ല എന്ന് തെളിയുകയാണ് ഓരോ വാർത്തയിലൂടെ. ഈ ബിജു വരവൂരുണ്ടല്ലോ, സുരേഷ് ഗോപിയുടെ ഡ്രൈവർ, RSS നേതാവാണ്. അദ്ദേഹം ഇന്നലെ പറഞ്ഞു വെച്ചത് ധാർമ്മികത എന്നൊന്നും ല്ലോ, ധാർമ്മികത കൊണ്ട് ഞാൻ വോട്ട് ചെയ്തില്ല എന്ന. വി ഉണ്ണികൃഷ്ണൻ അതേ ധാർമ്മികതയില്ലേ? ബി.ജെ.പിക്കാർ പറഞ്ഞു വെക്കുന്ന അതേ ധാർമ്മികതയില്ലേ? വി ഉണ്ണികൃഷ്ണൻ വോട്ട് ചെയ്തു എന്ന് തന്നെയാണോ പുറത്തേക്ക് വരുന്ന തെളിവ്? വിനിഷ, ഇത് കേവലം ഒരു 11 വോട്ടിൻ്റെ കാര്യം മാത്രമല്ല. ഇതിനകത്ത് എത്രത്തോളം ന്യായീകരിക്കാൻ ബി.ജെ.പി ശ്രമിക്കുന്നുവോ അത്രത്തോളം പ്രതിസന്ധിയിലാകുന്ന ഒരു സാഹചര്യമാണ് നിലവിലുള്ളത്. ഇത് കേവലം 11 വോട്ടിൻ്റെ കാര്യം മാത്രമല്ല, ഒരു പ്രഥമ ദൃഷ്ടിയാൽ തന്നെ നമുക്ക് ഈ 11 വോട്ടുകൾ കണ്ടെത്താൻ കഴിഞ്ഞു. അതായത് ഒരു പ്രദേശത്തെ, പൂങ്കുന്നം, കേരളവർമ്മ, ഇത്തരം ഒരു പ്രദേശത്ത് നഗരത്തിൽ മാത്രം കേന്ദ്രീകരിച്ചുകൊണ്ട് നമുക്ക് 11 വോട്ടുകളെങ്കിലും കണ്ടെത്താൻ കഴിഞ്ഞിട്ടുണ്ട്. ഇവരെല്ലാം തന്നെ ബി.ജെ.പിയുടെ നേതാക്കളോ ബി.ജെ.പി നേതാക്കളുമായി വളരെ അടുത്ത് നിൽക്കുന്നവരോ RSS സംഘപരിവാർ നേതാക്കളോ അവരുടെ കുടുംബങ്ങളോ ആണ്. ഈ പേരുകൾ നമുക്ക് പെട്ടെന്ന് കണ്ടെത്താൻ കഴിയുന്നത് ഇവർ വളരെ നേതാക്കളായതുകൊണ്ടും നമുക്ക് പരിചിതരായതുകൊണ്ടുമാണ്. ഇത്തരത്തിൽ പരിചിതരല്ലാത്ത, ഇത്തരത്തിൽ RSSന്റെയും ബി.ജെ.പിയുടെയും സംഘപരിവാറിൻ്റെയും കേഡർമാരായ നിരവധി പേരെ വോട്ടർ പട്ടികയിൽ ഇത്തരത്തിൽ ചേർത്തിയിട്ടുണ്ട് എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. കഴിഞ്ഞ ദിവസം ഷാജി വരവൂര്, ബി.ജെ.പിയുടെ RSSന്റെ നേതാവായിട്ടുള്ള ഭാരതീയ വിചാര കേന്ദ്രത്തിൻ്റെ തൃശ്ശൂർ മേഖലാ സെക്രട്ടറി കൂടിയായിട്ടുള്ള ഷാജി വരവൂരും തൻ്റെ കുടുംബവും, ഷാജി വരവൂര്, ഭാര്യ ദീപ്തി, അമ്മ എന്നിവരുടെ വോട്ടുകൾ ചേർത്തതുമായി ബന്ധപ്പെട്ടുകൊണ്ട് വാർത്ത വന്നിരുന്നു. അതിനെ ഷാജി വരവൂര് അനൗദ്യോഗികമായിട്ട് പ്രതികരിച്ചത് ഇങ്ങനെയായിരുന്നു: തൻ്റെ ഭാര്യ ഒല്ലൂർ ഒരു
സ്ഥാപനത്തിൽ ജോലി ചെയ്തിരുന്നു. സുരേഷ് ഗോപിക്ക് വോട്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടായിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് താൻ ഇത്തരത്തിൽ വോട്ട് ചേർത്തതെന്ന് പറയുന്നു. എന്നാൽ ധാർമ്മികത മുകളിൽ ഞാൻ ഇവിടെ വോട്ട് ചെയ്തിട്ടില്ല എന്ന് അദ്ദേഹം പറയുന്നൊരു സാഹചര്യം ഉണ്ടായി. എന്നാൽ വി ഉണ്ണികൃഷ്ണൻ്റെ കാര്യത്തിൽ എന്താണ് ഇതിനകത്ത് പറയാൻ കഴിയുന്നത്? അദ്ദേഹം ഇവിടെ സ്ഥിരതാമസക്കാരനല്ല, അദ്ദേഹത്തിനോട് മേൽവിലാസമില്ല. അദ്ദേഹം വോട്ട് ചേർത്തിട്ടുള്ളത് മറ്റൊരു നേതാവിൻ്റെ വീട്ടിലെ മേൽവിലാസത്തിലാണ്. അപ്പോൾ സ്വാഭാവികമായിട്ടും ഈ വ്യക്തി, ഈ വി ഉണ്ണികൃഷ്ണൻ എന്ന് പറയുന്ന വ്യക്തി ഈ വീട്ടിലെ സ്ഥിരതാമസക്കാരനാണോ, അല്ലെങ്കിൽ ഈ വീട്ടിൽ അദ്ദേഹത്തിന് വോട്ടുണ്ടോ, അല്ലെങ്കിൽ റേഷൻ കാർഡിൽ പേരുണ്ടോ? അത്തരം ഒരുപാട് ചോദ്യങ്ങൾ ഉയരുകയാണ്. കാരണം നമുക്കറിയാം, ഒരു വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിൻ്റെ നടപടിക്രമങ്ങളിൽ നമ്മൾ സ്ഥിരതാമസക്കാരനായിരിക്കണം എന്നൊരു നല്ല ഒരു പ്രധാനപ്പെട്ട ഒരു ക്ലോസ് ഉണ്ട് ഇതിനകത്ത്. കഴിഞ്ഞ കാലങ്ങളിൽ 6 മാസം വരെ ആ പ്രദേശത്ത് സ്ഥിരതാമസക്കാരായിരിക്കണം എന്നാണ് പറഞ്ഞിരുന്നത്. എന്നാൽ ലോക്സഭാ തെരഞ്ഞെടുപ്പിനനുബന്ധിച്ച് അതിൽ വലിയ ലഘൂകരിച്ചിരുന്നു. അതെല്ലാം ലഘൂകരിച്ചിരുന്നു. അതിനകത്ത് അടിസ്ഥാനത്തിൽ ആ വോട്ടർ പട്ടികയിൽ പേര് വരുത്താൻ വേണ്ടി ഒരു വ്യക്തിക്ക് ആ വിലാസത്തിൽ ഒരു പോസ്റ്റ് കാർഡ് വന്നാൽ മാത്രം മതി എന്ന ഒരു ലളിതമായ വ്യവസ്ഥ ഏർപ്പെടുത്തിയിരുന്നു. ഈ വ്യവസ്ഥ ഉപയോഗപ്പെടുത്തിക്കൊണ്ടാണോ ഇത്തരത്തിൽ വോട്ട് ചെയ്തത് അല്ലെങ്കിൽ വോട്ട് ചേർത്തത് എന്ന കാര്യത്തിനകത്ത് വ്യക്തത വരുത്തേണ്ടതുണ്ട്. ഇതിനകത്ത് വി ഉണ്ണികൃഷ്ണൻ 2 സ്ഥലത്തും വോട്ട് ചെയ്തിട്ടുണ്ടോ എന്ന കാര്യത്തിനകത്ത് കൂടുതൽ തെളിവുകൾ പുറത്തു വരേണ്ടതുണ്ട്. ഇപ്പോൾ നിലവിലെ സാഹചര്യത്തിൽ നമുക്ക് മനസ്സിലാകുന്നത് വി ഉണ്ണികൃഷ്ണന് പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിലും തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിലും വോട്ടുണ്ട്. വി ഉണ്ണികൃഷ്ണൻ തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൽ വോട്ട് ചേർത്തിരിക്കുന്നത് ബി.ജെ.പിയുടെ ജില്ലാ വൈസ് പ്രസിഡന്റ് കൂടിയായ വി ആതിരയുടെ മേൽവിലാസം ഉപയോഗിച്ചുകൊണ്ടാണ് എന്നതാണ് വിനിഷ. കടുത്ത ജനാധിപത്യ ധ്വംസനമാണ് നടക്കുന്നത് ശരത്ത്. കഴിഞ്ഞ ദിവസം ക്യാപിറ്റൽ വില്ലേജിൽ ഒരു വീട്ടമ്മ പറഞ്ഞല്ലോ, അവരുടെ മേൽവിലാസം ഉപയോഗിച്ച് 9 വോട്ടുകളാണ് കൂട്ടിച്ചേർക്കപ്പെട്ടിട്ടുള്ളത്. നേരത്തെ ശരത്ത് സൂചിപ്പിച്ചതുപോലെ തന്നെ ഇത് ബി.ജെ.പി നേതാക്കളായതുകൊണ്ട്, നമുക്ക് അടുത്തറിയാവുന്ന അല്ലെങ്കിൽ പേരുകൾ എടുത്തു പറയാൻ പറ്റുന്ന ആളുകളായതുകൊണ്ട് മാത്രമാണ് നമ്മളത് പെട്ടെന്ന് തിരിച്ചറിഞ്ഞത്. ഈ 11 പേരുകൾ ഇപ്പോൾ പുറത്തേക്ക് വന്ന വി ഉണ്ണികൃഷ്ണൻ്റെതടക്കമുള്ള പേരുകൾ ആ രീതിയിൽ പെട്ടെന്ന് തിരിച്ചറിയപ്പെട്ടത് മാത്രമാണ്. പക്ഷെ അതിനപ്പുറത്തേക്ക് ഇനിയും ഇത്തരത്തിലുള്ള ക്രമക്കേടുകൾ തീർച്ചയായും നടന്നിട്ടുണ്ടാകും. കാരണം ലോക്സഭാ ഇലക്ഷനിൽ അവിടെ ബി.ജെ.പി വലിയ ടേൺ ഓവറിൽ ജയിക്കാൻ കാരണം, വോട്ട് ടേൺ കൂടിയതിൻ്റെ ഒക്കെ കാരണമായി അന്ന് തന്നെ നമ്മുടെ പ്രതിപക്ഷ ആൾക്കാരും അല്ലെങ്കിൽ CPM-ഉം അടക്കമുള്ള UDF അടക്കം LDF അടക്കം വലിയ രീതിയിലുള്ള ആക്ഷേപങ്ങളൊക്കെ അത് സംബന്ധിച്ച് ഉന്നയിച്ചിരുന്നു. വിജയത്തെക്കുറിച്ച്, സുരേഷ് ഗോപിയുടെ വിജയത്തെക്കുറിച്ച്, ബി.ജെ.പിക്ക് അവിടെ കിട്ടിയ വോട്ട് ഷെയറിനെ കുറിച്ച്, വോട്ട് വിഹിതത്തെക്കുറിച്ച്, അത് വർദ്ധിക്കാനിടയായ സാഹചര്യത്തെക്കുറിച്ച്. അപ്പോൾ ഇത്തരത്തിലുള്ള തിരിമറികളൊക്കെ അതിന് പിറകിൽ ഉണ്ടായിരുന്നു. തെരഞ്ഞെടുപ്പിന് മുമ്പും തെരഞ്ഞെടുപ്പിന് ശേഷവും ബി.ജെ.പി പ്രവർത്തകരും ബി.ജെ.പി നേതാക്കളും വളരെ ആത്മവിശ്വാസത്തോടെ പറഞ്ഞിരുന്നൊരു കാര്യം, ഞങ്ങളിവിടെ 60,000 വോട്ടുകൾ ചേർത്തിട്ടുണ്ട്, സ്വാഭാവികമായിട്ടും അതിൻ്റെ ഗുണം ഞങ്ങൾക്ക് ലഭിക്കും എന്നാണ് പറഞ്ഞിരുന്നത്. ഈ 60,000 വോട്ടുകൾ ചേർത്തു എന്ന് പറയുമ്പോൾ സ്വാഭാവികമായിട്ടും കേൾക്കുന്നവർ ആദ്യം പ്രതീക്ഷിക്കുക പുതുതായിട്ടുള്ള വോട്ടർമാരെ പരമാവധി അവർ ഉൾപ്പെടുത്തിയിട്ടുണ്ട് എന്നതായിരിക്കും. എന്നാൽ അതല്ല സംഭവിച്ചിരിക്കുന്നത്. ഈ 60,000 വോട്ടർമാരിൽ ഭൂരിഭാഗവും തൃശ്ശൂർ ലോക്സഭാ മണ്ഡലത്തിൻ്റെ പരിധിക്ക് സമീപത്തുള്ള അതിർത്തി പ്രദേശങ്ങളിൽ നിന്നുള്ള അല്ലെങ്കിൽ അതിർത്തി മണ്ഡലങ്ങളിൽ നിന്നുള്ള വോട്ടർമാരെയും കേഡർമാരെയുമാണ്, അവരുടെ കുടുംബങ്ങളെയുമാണ് ഇങ്ങോട്ട് മാറ്റിയിരിക്കുന്നത് എന്നാണ് ഇപ്പോൾ നമ്മൾ മനസ്സിലാക്കുന്നത്. അതായത് വലിയ രീതിയിലുള്ള ജനാധിപത്യത്തെ അട്ടിമറിക്കുന്ന രീതിയിലുള്ള ഒരു നടപടി ബി.ജെ.പിയുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു, ബി.ജെ.പി നേതാക്കളുടെ ഭാഗത്തു നിന്നുണ്ടായിരിക്കുന്നു. അതിന് ഇലക്ഷൻ കമ്മീഷൻ ലഘൂകരിച്ച ഈ നിർദ്ദേശങ്ങൾ, ഈ വോട്ടർ പട്ടികയിൽ പേര് ചേർക്കുന്നതിന് വേണ്ടി ലളിതവൽക്കരിച്ചിട്ടുള്ള നടപടിക്രമങ്ങൾ ഉപയോഗപ്പെടുത്തിക്കൊണ്ട് അല്ലെങ്കിൽ അത് മറയാക്കിക്കൊണ്ട് അല്ലെങ്കിൽ അത് ലൂപ്പ് ഹോൾ ആക്കിക്കൊണ്ടാണ് ഇത്തരത്തിൽ വലിയ രീതിയിലുള്ള വോട്ടർമാരെ കുത്തിക്കയറ്റിയിരിക്കുന്നതെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മൾ പറഞ്ഞിരുന്നു ക്യാപിറ്റൽ വില്ലേജ് അപ്പാർട്ട്മെൻറ്റിലെ വീട്ടമ്മയുടെ സാഹചര്യം. വീട്ടമ്മ പറയുന്നത് ആ 9 പേരും അവരുടെ മേൽവിലാസത്തിലുള്ള പ്രസന്ന എന്ന് പറയുന്ന വീട്ടമ്മയുടെ മേൽവിലാസത്തിൽ 9 വോട്ടുകൾ ചേർത്തിട്ടുണ്ട്. ഈ 9 വോട്ടുകൾ സംബന്ധിച്ച് അവർക്ക് യാതൊരു അറിവും ഉണ്ടായിരുന്നില്ല. എന്നാൽ അത് കൂടുതൽ അന്വേഷിച്ചപ്പോൾ നമുക്ക് മനസ്സിലായത് ബി.ജെ.പിയുടെ അന്നത്തെ സ്ഥാനാർത്ഥി കൂടിയായിട്ടുള്ള സുരേഷ് ഗോപിയുടെ ഡ്രൈവർ ഉൾപ്പെടെ ആ വോട്ടർ പട്ടികയിൽ ഇടം പിടിച്ചിരുന്നു എന്നാണ് പറയുന്നത്. അതായത് ബി.ജെ.പി നേതൃത്വത്തിൻ്റെ അറിവോട് കൂടിയിട്ട് അടച്ചു കിടക്കുന്ന ഫ്ലാറ്റുകൾ കേന്ദ്രീകരിച്ചുകൊണ്ട് അല്ലെങ്കിൽ ഫ്ലാറ്റിലെ ഉടമസ്ഥരോ അല്ലെങ്കിൽ താമസക്കാരോ അറിയാതെ ആ മേൽവിലാസം ഉപയോഗപ്പെടുത്തിക്കൊണ്ട് വലിയ രീതിയിലുള്ള ഒരു അട്ടിമറി നടന്നിരിക്കുന്നു എന്ന് തന്നെയാണ് നമ്മൾ മനസ്സിലാക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് കെ മുരളീധരൻ കഴിഞ്ഞ ദിവസം പറഞ്ഞ ഒരു കാര്യം വളരെ ശ്രദ്ധേയമായിട്ടുള്ളൊരു കാര്യമാണ്. ഈ റെസിഡൻസ് അസോസിയേഷൻ, ഫ്ലാറ്റുകളുടെ റെസിഡൻസ് അസോസിയേഷൻ ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ബി.ജെ.പിയുമായി ഒത്തുകളിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് എന്ന് വേണം അനുമാനിക്കാൻ. കാരണം ഇത്തരത്തിൽ ഫ്ലാറ്റുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടോ വീടുകൾ കേന്ദ്രീകരിച്ചുകൊണ്ടോ ഒരു വ്യക്തിയുടെ പേരിൽ ഒരു പോസ്റ്റ് കാർഡോ അല്ലെങ്കിൽ അദ്ദേഹം മേൽവിലാസം ഉണ്ടാക്കാൻ ശ്രമിച്ചു കഴിഞ്ഞാൽ അത് അവിടുത്തെ റെസിഡൻസ് അസോസിയേഷൻ ഭാരവാഹികൾ എന്തായാലും അറിയേണ്ടതാണ്. എന്നാൽ അത് അവരറിയാതെ പോയതല്ല, അവരറിഞ്ഞിട്ടും അത് ഒളിച്ചു വെക്കുന്ന ഒരു സാഹചര്യം ഉണ്ടായതാണ് എന്ന രീതിയിലേക്കാണ് കാര്യങ്ങൾ വന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ പുതിയ വിവരങ്ങളും തെളിയിക്കുന്നത് തന്നെയാണ്. ഇത്തരത്തിൽ ഏതെങ്കിലും ഒരു നേതാവിൻ്റെ വീട്ടിലേക്ക് ഒരു നേതാവിൻ്റെ വീടിൻ്റെ അഡ്രസ്സ് ഉപയോഗിച്ചുകൊണ്ട് ഒരു ബി.ജെ.പിയുടെ സംസ്ഥാന നേതാവ് തന്നെ ഇത്തരത്തിൽ വോട്ട് മാറ്റുന്നു. ഈ വോട്ട് മാറ്റുമ്പോഴും അദ്ദേഹം ഇവിടെ സ്ഥിരതാമസക്കാരനല്ല, ഇദ്ദേഹത്തിന് ഇവിടെ പൊന്നാനി ലോക്സഭാ മണ്ഡലത്തിൽ വോട്ടുണ്ട്. അത് മറച്ചു വെച്ചുകൊണ്ടാണ് ഇത്തരത്തിൽ ഇരട്ട വോട്ട് ഇവിടെ ചേർത്തുന്ന ഒരു സാഹചര്യം ഉണ്ടായിരിക്കുന്നത്. എന്തായാലും വലിയ രീതിയിലുള്ള ഒരു ജനാധിപത്യ ധ്വംസനം
തന്നെയാണ് നടന്നിരിക്കുന്നത്. അതിന് നേതൃത്വം നൽകിയത് BJP സംഘപരിവാർ നേതാക്കളാണെന്ന് തെളിയിക്കുന്ന രേഖകളാണ് ദിനം പ്രതി പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത്. വിനിഷ. ശരി ശരത്ത്, ഏതായാലും കൂടുതൽ തൃശ്ശൂരിലെ വോട്ടർ പട്ടിക ക്രമക്കേടിന്റെ കൂടുതൽ തെളിവുകൾ പുറത്തു വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോഴിതാ BJP ജില്ലാ നേതാവിന്റെ മേൽവിലാസം മറയാക്കി സംസ്ഥാന ഉപാധ്യക്ഷൻ കള്ളവോട്ട് ചെയ്തതിന്റെ തെളിവുകളാണ് പുറത്തേക്ക് വരുന്നത്. വി ഉണ്ണികൃഷ്ണൻ വോട്ട് ചെയ്തത് തൃശ്ശൂർ ജില്ലാ വൈസ് പ്രസിഡന്റ് വി ആതിരയുടെ വിലാസം ഉപയോഗിച്ച്. വി ഉണ്ണികൃഷ്ണന് ഇരട്ട വോട്ട് ഉണ്ടായിരുന്നു എന്നതിന്റെ തെളിവുകൾ പുറത്തായി. പൊന്നാനിയിലെ വോട്ടറാണ് വി ഉണ്ണികൃഷ്ണൻ. തൃശ്ശൂരിലും വോട്ട് ചെയ്തതായുള്ള തെളിവുകളാണ് കൈരളി ന്യൂസ് പുറത്തുവിട്ടത്. ശരത് ഓങ്ങല്ലൂർ പങ്കുവയ്ക്കുകയായിരുന്നു വിശദാംശങ്ങൾ. ശരത്ത് നേരത്തെയും സൂചിപ്പിച്ചതുപോലെ തന്നെ ഐസുമലയുടെ ഒരു കുഞ്ഞു ഭാഗം മാത്രമേ പുറത്തേക്ക് വന്നിട്ടുള്ളൂ. കൂടുതൽ ക്രമക്കേടുകൾ സംബന്ധിച്ചുള്ള വാർത്തകൾ എന്തായാലും ചിലപ്പോൾ ഈ ഗുഡ് മോർണിംഗ് കേരളം നമ്മൾ അവസാനിപ്പിക്കുന്നതിന് മുൻപ് തന്നെ ഇതുമായി ബന്ധപ്പെട്ട് കൂടുതൽ വാർത്തകൾ നമുക്ക് പ്രതീക്ഷിക്കാം. ആ രീതിയിലാണ് വലിയ രീതിയിലുള്ള അട്ടിമറി തെരഞ്ഞെടുപ്പ് വോട്ടർ പട്ടികയുമായി ബന്ധപ്പെട്ട് അവിടെ നടന്നത്.